ഗുഡ് മോർണിംഗ്. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായി എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാം. നിങ്ങൾക്ക് ആവശ്യമായ റീഡിങ് കമൻറ്റായി പറയാം, ഞാൻ തീർച്ചയായിട്ടും നൽകുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. അതിനുവേണ്ടി ഒരു ടാറോ റീഡറെ സമീപിച്ച് നല്ലൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇന്ന് നിങ്ങളോട് പറയുന്നത്, സ്വപ്നങ്ങൾ കണ്ടവരെ ഉയരങ്ങൾ കീഴടക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. നമ്മൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകണം. സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നമ്മൾക്കുണ്ടായാൽ മാത്രമാണ് നമ്മൾക്ക് ഉയരങ്ങൾ കീഴടക്കാൻ പറ്റുള്ളൂ. നമ്മളിങ്ങനെ നമ്മുടെ കൈകളിലേക്കെല്ലാം വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കരുത്. നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അതായത് ഭയങ്കരമായൊരു സാമ്പത്തികമായൊരു ബ്ലെസ്സിങ്സാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് ഓടി നടന്നവരാണ് സാമ്പത്തികമായ കാര്യങ്ങൾക്ക്. നിങ്ങൾക്കിന്ന് കണ്ണു തുറന്ന് നിങ്ങൾ നോക്കാനാണ് പറയുന്നത്. കണ്ണു തുറന്ന് നോക്കുക. നിങ്ങളുടെ ആ ഒരു കാര്യത്തിന് പരിഹാരം നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ട്. അത് നിങ്ങൾ കണ്ണു തുറന്നു നോക്കൂ എന്നാണ് നമ്മളോട് ആര് പറയുന്നത്? ഡിവൈൻ പറയുന്നത്. നമ്മൾ ചുറ്റും നോക്കുക. നമ്മൾക്ക് ഇന്നലെ നമ്മൾ പറഞ്ഞു, നമ്മൾക്ക് സാമ്പത്തിക തടസ്സമൊക്കെ മാറാൻ നമ്മൾ അന്നദാനം നൽകുക. ഒരു നേരത്തെ വിശപ്പിന് ഒരു വ്യക്തിക്ക് നമ്മൾ വിശക്കുന്നവൻ ആഹാരം കൊടുക്കുക. നമ്മളുടെ എല്ലാ ബാഡ് കർമ്മങ്ങളും നമ്മളിൽ നിന്ന് പോകും. അത് നമ്മൾ ഒരു കർമ്മം പോലെ ചെയ്തുകൊണ്ടിരിക്കുക. ഒന്നും പ്രതീക്ഷിക്കേണ്ട. നമ്മളൊരു കാര്യം സാധാരണ ഡെയിലി ചെയ്യുന്നത് പോലെ നമ്മൾക്ക് സമയം കിട്ടുമ്പോഴും നമ്മൾക്ക് എപ്പോഴാണോ അത് തോന്നുന്നത് അപ്പോഴൊക്കെ അത് ചെയ്തുകൊണ്ടിരിക്കുക. അർഹമാകുന്നവന് കൊടുക്കുക എന്നാണ് കേട്ടോ. അല്ലാണ്ട് ബന്ധുമിത്രാദികളെ ഇഷ്ടംപോലെ കഴിക്കാനുള്ളവരെ വിളിച്ചു വരുത്തി കൊടുക്കുക എന്നല്ല, വിശക്കുന്നവന് കൊടുക്കുക. അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഒരു ബ്ലെസ്സിങ്സ് ആണ്. അതുപോലെ തൊട്ട് താഴെ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. രണ്ട് കാർഡുകളും അടുത്തടുത്ത് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ സാമ്പത്തികമായ കാര്യങ്ങൾക്കുള്ള വാതിൽ തുറക്കുകയാണ്. നിങ്ങൾ കണ്ണു തുറന്ന് നോക്കുക എന്നാണ് പറയുന്നത്. ദ എംബറസ് ആണ് പിന്നെ വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഭയങ്കരമായ ഒരു മദർ ഫിഗർ ഉള്ളവരാണ്. അതായത് എല്ലാത്തിനെയും കെയർ ചെയ്യുന്ന മനസ്സുള്ളവരാണ്. നിങ്ങൾക്കിന്ന് പല കാര്യങ്ങളും കെയർ ചെയ്യാൻ പറ്റും. അതൊരു സാമ്പത്തികമായ ഒരു കാര്യമായാലും ഇമോഷണലി ആയാലും വളരെ ഒരു നല്ല രീതിയിൽ, അതിന് നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് മദർ എങ്ങനെയാണ് ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഒരു കുഞ്ഞിനെ ഒരു അമ്മ എങ്ങനെയാണോ കെയർ ചെയ്യുന്നത്, എങ്ങനെ സോഫ്റ്റായിട്ടാണോ അതിൻ്റെ അടുത്ത് പെരുമാറുന്നത്, അതുപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കിന്ന് അതുപോലൊരു മദർ ഫിഗർ ആകാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതായത് നമുക്ക് മുമ്പിൽ വാതിൽ തുറക്കുന്നു, നമ്മൾക്കത് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ ഇന്ന് കുറേ ആളുകൾക്കൊക്കെ പ്രഗ്നൻസിയെക്കുറിച്ചൊക്കെ അതൊക്കെ ഒരു പോസിറ്റീവായ റിസൾട്ട് വരുന്ന ദിവസമായിരിക്കും അതൊക്കെ നോക്കുന്നവർക്ക്. അതുപോലെ തന്നെ അതിനുള്ള ഒരു സാധ്യത, പ്രഗ്നൻ്റ് ആവാനൊരു സാധ്യത, അങ്ങനെയൊക്കെ നല്ല രീതിയിൽ ഒരു ഗുഡ് ന്യൂസുകൾ നിങ്ങളെ തേടി വരുന്ന ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അതുപോലെ സാമ്പത്തികമായൊരു അബണ്ടൻസ് ഉണ്ടാവുന്ന ദിവസമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് കിങ് ഓഫ് കപ്സ് ആണ്. നിങ്ങൾ വളരെ ശാന്തമായൊരു വ്യക്തിത്വമായിരിക്കും. നിങ്ങൾ ഈഗോയും ഒന്നുമില്ലാത്ത ഒരു നല്ല, എല്ലാവരോടും വളരെ ലവ്ലി പെരുമാറാൻ കഴിയുന്ന, ഇന്ന് എല്ലാവരോടും ശാന്തമായിട്ട്, ഇത്രയും നാളും നിങ്ങൾ വളരെ ഷൗട്ട് ചെയ്യുകയും വളരെ സ്ട്രഗിളൊക്കെ ആയിട്ട് നമുക്ക് എല്ലാവരെയും ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു കാണും. പക്ഷേ ഇന്ന് നിങ്ങൾ ഭയങ്കരമായി ഫാമിലിയിലാണേലും നമ്മുടെ പങ്കാളികളോടാണേലും സുഹൃത്തുക്കൾ എല്ലാവരോടും നിങ്ങൾക്കിന്ന് വളരെ നല്ല ലവ്ലി, നല്ല സ്നേഹത്തോടെ പെരുമാറാൻ പറ്റുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. നമുക്ക് സാമ്പത്തികമായ അബണ്ടൻസ് ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നമുക്കിന്നിവിടെ കിട്ടാൻ പോകുന്നത് എന്താണ്? ഒരു സ്റ്റാർട്ടിങ്. നിങ്ങൾ എന്തോ ഒരു കാര്യം, ബിസിനസ് ആവാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസമാവാം, എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ തീരുമാനിച്ച് വെച്ചിരുന്നത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങളത് ഹോൾഡ് ചെയ്ത് പിടിച്ചിരുന്ന ആ കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതുപോലെ നിങ്ങൾക്കിന്ന് ഭയങ്കര പ്രണയമാണ്. ഒരു പ്രണയത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. നൈറ്റ് ഓഫ് കപ്സ് ആണ്. പതുക്കെ നിങ്ങളുടെ ഉള്ളിൽ എല്ലാവരോടും സ്നേഹവും പുതുമയും പ്രണയവും എല്ലാം ഫീൽ ചെയ്യുന്നു. നിങ്ങൾ അതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുകയാണ്. കുടുംബത്തിലേക്കും ബന്ധങ്ങളിലേക്കുമൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ
കോൺസെൻട്രേഷൻ ചെയ്യുകയാണ്. അതുപോലെ നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് ഇട്ടിരിക്കുന്ന ടവറാണ്. നിങ്ങൾക്കുണ്ടായ തകർച്ചകളെല്ലാം ബോട്ടം ഓഫ് ദി ഡെക്കിന് ശേഷം വന്നിരിക്കുന്നത് സൺ കാർഡാണ്. നിങ്ങൾക്ക് ഉയർച്ചയാണ്, പ്രകാശമാണ്, നിങ്ങൾക്ക് വിജയമാണ്. നിങ്ങളിലേക്ക് എല്ലാം നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങളിലേക്ക്, ഈ തകർന്ന് നിന്ന തകർച്ചയിലായിരുന്ന നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം വരുന്നു എന്നാണ് പറയുന്നത്. ഏസ് ഓഫ് പെൻഡിക്കിൾസ് ആണ് വീണ്ടും വന്നിരിക്കുകയാണ്. തൊട്ട് താഴെ നമുക്ക് 8 ഓഫ് പെൻഡിക്കിൾസ്. നമ്മൾ ഫാമിലിയുമായിട്ട് നല്ല ബ്ലെസ്സിങ്സിൽ പോകാം. നമ്മുടെ പ്രിയപ്പെട്ടവർ ആരാണോ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ, അവരുമായിട്ട് നല്ല ഹാപ്പിനെസ്സിൽ പോകുക എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കിങ് ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. കിങ് ഓഫ് വാൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് നിങ്ങളിൽ എന്തൊക്കെയോ നെഗറ്റിവിറ്റികളും പ്രോബ്ലംസും ബ്ലോക്കേജും അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്ന നിങ്ങൾ അതെല്ലാം മാറി ഒരു കിങ് ഓഫ് സോഴ്സ് വിജയിയാവുകയാണ്. നല്ല ഒരു വിജയിയാവുകയാണ്. അതുപോലെ ഫാമിലിയിൽ നിന്നൊക്കെ അകന്ന് നിന്നിരുന്ന, ഇച്ചിരി മാറി നിന്ന് ഒറ്റപ്പെട്ട പോലെ ആരുമായിട്ട് വീട്ടിലുണ്ടെങ്കിൽ പോലും വീടുകളുമായിട്ടൊന്ന് സഹകരിക്കാതിരുന്നവരെല്ലാം ഇന്ന് ഫാമിലിയായിട്ട് ഇച്ചിരി മിങ്കിളി ചെയ്യുകയും അവരോടൊത്തൊരു സന്തോഷം പങ്കിടുകയോ ഒന്നിച്ചിരിക്കുകയൊക്കെ ചെയ്യുകയാണ്. പിന്നെ കുറേ ആളുകൾക്ക് മെൻ്റൽ സ്ട്രഗിളിങ് ഉണ്ടായിരുന്നു. എന്തൊക്കെയോ കാര്യങ്ങൾ സ്വയം മെൻ്റൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നവരൊക്കെ ഇന്ന് അതെല്ലാം മാറി നിങ്ങൾക്കൊരു കാര്യം, എന്തോ ഒരു കാര്യം ഹോൾഡ് ചെയ്ത് പിടിച്ചു, എന്തോ ഒരു കാര്യത്തോടൊന്ന് വ്യക്തിയാവാം, എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാവാം, എന്തിനെയോ നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിച്ചിടുന്നിടത്തുനിന്ന് നിങ്ങൾ ആ ഒരു മെൻ്റൽ സ്ട്രഗിളിൽ നിന്നും കൺഫ്യൂഷനിൽ നിന്നും നിങ്ങൾ ഇന്ന് ഒരു നല്ല വ്യക്തിയായി മാറുകയാണ്. നിങ്ങൾ സന്തോഷമുള്ളൊരു വ്യക്തിയായിട്ട് മാറുകയാണ്. വളരെ നല്ല ഒരു ബ്ലെസ്സിങ്സ് ആണ്. അതായത് നിങ്ങൾ സ്വപ്നം കാണുക എന്നാണ് നിങ്ങളോട് ഡിവൈൻ പറയണത്. അതുപോലെ ഇന്ന് നമ്മൾക്ക് നമ്മുടെ യൂണിക്കോൺ കൊണ്ടുവന്നിരിക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡ്യൂഷനാണ്. ഇൻഡ്യൂഷൻ എന്ന് എപ്പോഴും പറയാറുണ്ട്. നിങ്ങളുടെ ഇൻഡ്യൂഷൻ നോക്കുക, നിങ്ങൾ കണ്ണു തുറന്ന് നോക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എയ്സ് ഓഫ് പെൻഡിക്കിൾസ് കണ്ണു തുറന്ന് നോക്കൂ. നിങ്ങളുടെ മുമ്പിൽ അബണ്ടൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യാനാണ് നിങ്ങളോട് നിങ്ങളുടെ യൂണിക്കോൺ പറയുന്നത്. നിങ്ങളുടെ ആന്തരിക ജ്ഞാനത്തെ ശ്രദ്ധിക്കുക, ഇന്ന് ശാന്തമായ സമയം ചെലവഴിക്കുക എന്നാണ് യൂണിക്കോൺ പറഞ്ഞിരിക്കുന്നത്. അതുവഴി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരും. നിങ്ങളുടെ ആന്തരിക ജ്ഞാനത്തിൽ നിന്നും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ പറ്റുമെന്നാണ് യൂണിക്കോൺ പറയുന്നത്. അതുപോലെ യൂണിക്കോൺ അടുത്തൊരു മെസ്സേജ് വരുന്നത് ബെർത്ത് എന്നാണ്, പുനർജനിക്കാനാണ് പറയുന്നത്. നിങ്ങൾ മരണമായിട്ടും പിന്മാറി നിന്ന, നിങ്ങൾ വേണ്ട എന്ന് ഒഴിവാക്കിയ, നിങ്ങൾ അകന്ന് നിന്ന, അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളിൽ നിന്ന് നിങ്ങളോട് പുനർജനിക്കാനാണ് ബെർത്ത്. ഒരു പുതിയ ജനനം, ഒരു പുതിയ വ്യക്തിയാകൂ എന്നാണ് നിങ്ങളോട് യൂണിക്കോൺ പറയുന്നത്. വാഗ്ദാനം. അപ്പോൾ അങ്ങനെ പുതിയൊരു മാറ്റത്തിന് നിങ്ങളെ സഹായിക്കാൻ യൂണിക്കോൺ തയ്യാറാണ്. നിങ്ങളുടെ ഒപ്പം നിൽക്കാൻ യൂണിക്കോൺ തയ്യാറാണ് എന്നാണ് പറയുന്നത്. യൂണിക്കോൺ സമ്മാനങ്ങളുമായി നിങ്ങളുടെ അരികിലേക്ക് എത്താൻ തുടങ്ങിയാണ്. ചില അത്ഭുതങ്ങൾ നിങ്ങളിലേക്ക് വരികയാണെന്നാണ് പറയുന്നത്. നിങ്ങൾ കണ്ണു തുറന്നു നോക്കുക. നിങ്ങൾക്ക് മുമ്പിലുള്ള കാര്യങ്ങളെ, അബണ്ടൻസിനെ നിങ്ങൾ കണ്ണു തുറന്നു നോക്കുക. പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്നതിനെ നിങ്ങൾ കണ്ണു തുറന്നു നോക്കുക. നിങ്ങൾക്കൊരു സക്സസ്സും വിജയവും ഉണ്ടാകുമെന്ന് തന്നെയാണ് 100% ഇന്നത്തെ ദിവസം എന്ന് ഞാൻ നിങ്ങൾക്ക് 100% ഉറപ്പ് നൽകുന്നു. ഇന്ന് ഞാനൊരു ചെറിയ റീഡിങ്ങാണ് ചെയ്യുന്നത്. ഞാൻ ടയേർഡാണ്. അതുകൊണ്ട് എനിക്കിന്ന് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇന്നൊരു ചെറിയ റീഡിങ്ങിൽ ഞാനിത് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ മുന്നിൽ എല്ലാ അബണ്ടൻസും ഇന്നുണ്ട്. ഇന്ന് പോസിറ്റീവായ ദിവസമാണ്. നിങ്ങൾ ശാന്തമായി ചിന്തിക്കുക. നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാനുള്ള മാർഗം നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ട്. നിങ്ങളത് കണ്ണു തുറന്നു നോക്കുക എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്. എല്ലാ ഫാമിലിയായിട്ട് ശരിക്കും ചേരുക, ഫാമിലിയെ കെയർ ചെയ്യുക, സ്നേഹിക്കുക. എല്ലാ ബന്ധങ്ങളെ, അച്ഛനെ അമ്മയെ എല്ലാവരോടും നിങ്ങളൊന്ന് സ്നേഹത്തോടെ പെരുമാറുക. നിങ്ങളറിയാതെ തന്നെ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് വേണ്ടത് യൂണിവേഴ്സ് നൽകിയിരിക്കുമെന്നാണ് ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. നിങ്ങളോടൊപ്പം നമ്മളുടെ ഈ യാത്ര എന്നും ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെ ഞാനിത് നിർത്തുന്നു.